വിശദമായ വാർത്തകളിലേക്ക്. എക്സാലോജിക് CMR ഇടപാട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കും. വ്യവസായ വകുപ്പിന് കീഴിലുള്ള KSIDCയും അന്വേഷണ പരിധിയിലുണ്ട്. വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് KSIDCക്ക് ഓഹരിയുള്ള CMRൽ നിന്ന് പണം വാങ്ങിയത് ചട്ടലംഘനമാണെന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ ഏറ്റവും ഉയർന്ന അന്വേഷണത്തിന് കളമൊരുങ്ങുന്നത്. 8 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാനാണ് SFIOയ്ക്ക് നൽകിയ നിർദ്ദേശം. 6 അംഗ സംഘമാണ് അന്വേഷിക്കുക. അതേസമയം എക്സാലോജിക്കിനെതിരായ SFIO അന്വേഷണം അസാധാരണ സാഹചര്യമെന്ന് മാത്യു കുഴൽനാടൻ MLA പ്രതികരിച്ചു. വിഷയം ഗുരുതരമെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. കമ്പനിയുടെ പ്രവർത്തനം സുതാര്യമല്ല എന്ന് മാത്രമല്ല, നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടന്നു എന്ന് പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന താരതമ്യേന വളരെ ഗൗരവമുള്ള ഒരു കുറ്റകൃത്യത്തിന്റെ ഗണത്തിലേക്ക് പെടുത്തി ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ അന്വേഷിക്കുന്നു. അതും ഒരു മുഖ്യമന്ത്രിയുടെ മകൾ നടത്തുന്ന ഒരു കമ്പനി ഒരു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ റഡാറിനുണ്ടല്ലോ, അല്ലെങ്കിൽ അതിന്റെ ഇൻവെസ്റ്റിഗേഷനിൽ വരിക എന്ന് പറയുന്നത് എത്രമാത്രം ഗൗരവമുള്ള കാര്യമാണ് എന്ന് നമ്മളെല്ലാവരും വിലയിരുത്തണം. ഒരുപാട് ദുരൂഹമായ ഇടപാടുകൾ ഈ കമ്പനി നടത്തിയിട്ടുണ്ട്. ഇത് രേഖകൾ സംസാരിക്കുമെന്നും സത്യം പുറത്തുവരുമെന്നും പരാതിക്കാരനായ ഷോൺ ജോർജ് 24 പറഞ്ഞു. വലിയ സന്തോഷമുണ്ട്. കാരണം ഈ കേസ് എന്ന് പറയുന്നത് കേരള സംസ്ഥാനത്തെ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി 135 കോടി രൂപ അഴിമതി പണമായി വിവിധ രാഷ്ട്രീയ നേതാക്കൾക്കും മതസംഘടനകൾക്കും ട്രേഡ് യൂണിയനുകൾക്കും വിതരണം ചെയ്തു എന്ന് ഇന്ത്യയിലെ ഒരു ജുഡീഷ്യൽ ബോഡിയുടെ ഒരു റിപ്പോർട്ട് ഉണ്ടായിട്ട് അതിന്മേൽ അന്വേഷണം ഉണ്ടായിട്ടില്ല. ആ അന്വേഷണമാണ് ഞാൻ ആവശ്യപ്പെട്ടത്. ആ അന്വേഷണം ഇപ്പോൾ ആരംഭിക്കാൻ ഇത്തരത്തിലൊരു ഓർഡർ ആകാൻ കഴിഞ്ഞതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. സലീം മാലിക്കുണ്ട് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകാൻ. സലീം, എക്സാലോജിക്കിന് കൂടുതൽ കുരുക്ക് മുറുകുകയാണ്. ഏതെല്ലാം ഘടകങ്ങളാണ് എക്സാലോജിക്കിനെതിരായി ഇപ്പോൾ പുതിയ കണ്ടെത്തലുകളായി പുറത്തു വന്നിട്ടുള്ളത്? അരുണ്യ, കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിൽ ഏറ്റവും ഉയർന്ന ഏജൻസിയാണ് ഇനി മുതൽ ഈ കേസ് അന്വേഷിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. SFIO ഈ കേസിലേക്ക് എത്തുന്നതോടുകൂടി തന്നെ ആ കേസിന്റെ സ്വഭാവം തന്നെ ആകെ മാറുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്നെ സർക്കാർ SFIO ഈ കേസ് ഏറ്റെടുക്കുമെന്ന് ബോധ്യപ്പെട്ടതാണ്. പക്ഷേ അതിനെ രാഷ്ട്രീയ ആയുധമാണ് എന്ന് മാത്രം പറഞ്ഞ് എളുപ്പത്തിൽ പ്രതിരോധിക്കാൻ സർക്കാരിന് കഴിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കമ്പനിക്കെതിരെ ROC റിപ്പോർട്ടിൽ ഉണ്ടായിരുന്ന ഗുരുതര പരാമർശങ്ങൾ തന്നെയാണ് കേസ് SFIO ഏറ്റെടുക്കുന്നതിന് പിന്നിലെ പ്രധാനപ്പെട്ട കാരണമായി വന്നിട്ടുള്ളത്. കാരണം ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ആവശ്യപ്പെട്ടപ്പോൾ അതിലെ GST അടച്ചതിന്റെ ഇടപാടുകൾക്ക് അപ്പുറത്തേക്ക് ഒരു ഇടപാടും ഹാജരാക്കാൻ എക്സാലോജിക്കിന് കഴിഞ്ഞിരുന്നില്ല. ഈ അനധികൃതമായ മാസപ്പടി വാദം അത് എന്ത് സേവനത്തിനാണ് എന്നുള്ളത് ബോധ്യപ്പെടുത്താനും കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഈ കേസിലേക്ക് SFIO എത്താനുള്ള പ്രധാനപ്പെട്ട കാരണം. മാത്രമല്ല 3 അന്വേഷണ ഏജൻസികൾ, ആ അന്വേഷണ ഏജൻസികളൊക്കെയും തുടരന്വേഷണം ആവശ്യപ്പെട്ടതുകൊണ്ട് തന്നെ സ്വാഭാവികമായും SFIOക്ക് ഈ കേസ് ഏറ്റെടുക്കാൻ കഴിയും എന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യം. നേരത്തെ തന്നെ ഈ കേസ് SFIO ഏറ്റെടുക്കണമെന്നുള്ളത് പരാതിക്കാരനായ ഷോൺ ജോർജിന്റെ ആവശ്യമായിരുന്നു. ഈ കേസ് അവർ ഏറ്റെടുക്കുന്നത് ഷോൺ ജോർജിന്റെ പിതാവ് PC ജോർജ് BJPയിലെത്തിയ അതേ ദിവസമാണ് എന്നുള്ളതാണ് ഈ വിഷയത്തിലെ ഒരു രാഷ്ട്രീയമായി കാണേണ്ടത്. അത് ശ്രദ്ധേയമായ കാര്യമാണ്. മാത്രമല്ല അറസ്റ്റിനടക്കം അധികാരമുള്ള ഏജൻസിയാണ് SFIO. കോർപ്പറേറ്റ് മന്ത്രാലയത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥർ അടങ്ങിയ 6 അംഗ സംഘമാകും ഈ കേസ് അന്വേഷിക്കുക. അഡീഷണൽ ഡയറക്ടർ പ്രസാദ് ഹദല്ലി, ഡെപ്യൂട്ടി ഡയറക്ടർ M അരുൺ പ്രസാദ്, K പ്രഭു, A ഗോകുൽനാഥ്, KMS നാരായണൻ, വരുൺ BS എന്നിവരാണ് ഈ സംഘത്തിലുള്ളത്. കാർത്തി ചിദംബരത്തിനെതിരായ എയർസെൽ മാക്സിസ് കേസ്, പോപ്പുലർ ഫിനാൻസ് ചിട്ടി തട്ടിപ്പ് കേസ്, വാസന കെയർ കേസ് തുടങ്ങിയ കോളിളക്കം സൃഷ്ടിച്ച നിരവധി കേസുകൾ അന്വേഷിച്ച ഉദ്യോഗസ്ഥനാണ് സംഘത്തിലുള്ള അരുൺ പ്രസാദ്. എന്തായാലും സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിലുള്ള ISTIC, KSIDC തുടങ്ങിയവയും ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ പരിധിയിൽ വരും. അതുകൊണ്ട് തന്നെ സർക്കാരിന് ഉൾപ്പെടെ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അരുണ്യ, വീണ വിജയന്റെ കമ്പനി എക്സാലോജിക്കിന് കൂടുതൽ കുരുക്ക് മുറുകുകയാണ്. എക്സാലോജിക്കും CMRലും തമ്മിലുള്ള ഇടപാടാണ് SFIO അന്വേഷിക്കുന്നത്. 8 മാസത്തിനകം ഈ അന്വേഷണം പൂർത്തിയാക്കാനാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. 6 അംഗ സംഘമാണ് അന്വേഷണത്തിനുള്ളത്. അതേസമയം എക്സാലോജിക്കിനെതിരായ SFIO അന്വേഷണം അസാധാരണ സാഹചര്യമെന്ന് മാത്യു കുഴൽനാടൻ MLAയും പ്രതികരിക്കുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു സലിം മാലിക്. നന്ദി പ്രമേയ ചർച്ചയുടെ മറുപടി പ്രസംഗത്തിൽ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിക്കെതിരായ ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. തന്റെ കൈകൾ ശുദ്ധമാണെന്നും അതുകൊണ്ട് തല ഉയർത്തി മറുപടി പറയുമെന്ന് പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. ഭാര്യ സർവീസിൽ നിന്നും വിരമിച്ചപ്പോൾ കിട്ടിയ പണമാണ് മകൾ വീണയ്ക്ക് കമ്പനി തുടങ്ങാൻ നൽകിയത്. കമല ഇന്റർനാഷണൽ എന്ന പേരിൽ പണ്ട് ഉയർന്ന വിമർശനങ്ങൾ ചൂണ്ടിക്കാട്ടിയ മുഖ്യമന്ത്രി ഇപ്പോൾ മകൾക്കെതിരെയാണ് ചിലർ തിരിഞ്ഞിരിക്കുന്നതെന്നും വിമർശിച്ചു. അതേസമയം ആരോപണം ആവർത്തിച്ച പ്രതിപക്ഷ നേതാവ് ഒരു വിശദീകരണവും തൃപ്തികരമല്ലെന്നും ചൂണ്ടിക്കാട്ടി.
ഗവർണർ അവതരിപ്പിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയുടെ മറുപടിയുടെ അവസാനമാണ് വീണ വിജയനുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചത്. കമല ഇന്റർനാഷണൽ, ടെക്നിക്കാലിയ, സിംഗപ്പൂർ യാത്ര അങ്ങനെ നേരത്തെ ഭാര്യയ്ക്കെതിരെയായിരുന്നുവെങ്കിൽ ഇപ്പോൾ മകൾക്കെതിരെ തിരിഞ്ഞുവെന്ന് മുഖ്യമന്ത്രി. നേരത്തെ ഭാര്യയെക്കുറിച്ചായിരുന്നു, ഇപ്പം മെല്ലെ മകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേൾക്കുമ്പോൾ എനിക്കൊരു മാനസിക കുലുക്കവും ഉണ്ടാവില്ല. ഞാൻ പരസ്യമായിട്ടൊരു യോഗത്തിൽ പറഞ്ഞല്ലോ, മനസ്സമാധാനമാണ് പ്രധാനം. ഒന്നും എന്നെ യേശില്ല. യേശാത്തത് ഇതുകൊണ്ട് തന്നെയാണ്. അതൊരു അഹംഭാവം പറച്ചിലൊന്നുമല്ല. ഈ കൈകൾ ശുദ്ധമാണ്, അതുകൊണ്ട് തന്നെയാണ്. എക്സാലോജിക് രേഖകളൊന്നും ഹാജരാക്കിയില്ലെന്ന ആരോപണം ആവർത്തിച്ച വി ഡി സതീശൻ മുഖ്യമന്ത്രിയെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് ശരിയായിരുന്നില്ല, അവാസ്തവമായിരുന്നു. പച്ചക്കള്ളമൊന്നും ഞാൻ പറയല്ല, അവാസ്തവമായിരുന്നു. ഈ അവസരം കൊടുത്തിട്ടും അവർ ഒരു രേഖയും ഹാജരാക്കിയില്ല. അപ്പൊ അത് ലീഗൽ ട്രാൻസാക്ഷൻ ആയിരുന്നില്ല അവരുടെ അക്കൗണ്ടിലേക്ക് വന്നത്. കമ്പനിയുടെ അക്കൗണ്ടിലും അവരുടെ അക്കൗണ്ടിലേക്ക് വന്നത് ലീഗൽ ട്രാൻസാക്ഷൻ ആയിരുന്നില്ല. അത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിന്റെ പരിധിയിൽ വരും. കള്ളപ്പണം വെളുപ്പിച്ച നടപടിയാണ് എന്നാണ് ഫൈൻഡിങ്. ഡൽഹിയിലെ സമരത്തിന് ഒറ്റയ്ക്ക് പോകണമെന്നല്ല ആഗ്രഹിച്ചതെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. LDF-ൽ ചർച്ച ചെയ്യും മുൻപ് പ്രതിപക്ഷവുമായി സംസാരിച്ചിരുന്നു. പ്രധാനമന്ത്രി എത്തിയപ്പോൾ സ്വീകരിക്കാൻ പോയത് മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള ഉത്തരവാദിത്വത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. 2 മണിക്കൂറും 10 മിനിറ്റുമെടുത്താണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. തുടർന്ന് നന്ദിപ്രമേയം നിയമസഭ അംഗീകരിച്ചു. 24 തിരുവനന്തപുരം. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. ഖനന അഴിമതി കേസിലാണ് നടപടി. ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. നിലവിലെ ഗതാഗത മന്ത്രി ചെമ്പൈ സോറൻ പുതിയ മുഖ്യമന്ത്രിയാകും. ഡൽഹിയിൽ നിന്നും അച്യുതനുണ്ട് വിവരങ്ങളുമായി. അച്യുതൻ, ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പിന്നാലെ ചെമ്പൈ സോറൻ പുതിയ മുഖ്യമന്ത്രി ആകുമെന്ന വിവരം കൂടി വരുന്നു. സോറന്റെ അറസ്റ്റിനു പിന്നാലെയുള്ള തുടർ നടപടികൾ ഏത് തരത്തിലാണ് പുരോഗമിക്കുന്നത്? അരുണിയ, നിലവിൽ ഈ ഖനന അഴിമതി കേസുമായി ബന്ധപ്പെട്ട ED അറസ്റ്റ് ചെയ്ത ഹേമന്ത് സോറന്റെ വൈദ്യ പരിശോധന ഇപ്പോൾ നടക്കുകയാണ്. ഇതിൽ പ്രത്യേകമായിട്ടുള്ള മെഡിക്കൽ സംഘം അല്പം മുൻപ് റാഞ്ചിയിലെ ED ആസ്ഥാനത്ത് എത്തിയിരുന്നു. അവരുടെ നേതൃത്വത്തിലാണ് ഈ മെഡിക്കൽ പരിശോധന ഇപ്പോൾ നടക്കുന്നത്. തുടർന്ന് നാളെ ഹേമന്ത് സോറനെ പ്രത്യേക കോടതിയിൽ ഹാജരാക്കും. തുടർന്ന് ED കസ്റ്റഡിയിൽ ആവശ്യപ്പെടുകയും ചെയ്യും. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങൾ അത് വേഗത്തിലാക്കുവാൻ കൂടിയാണ് EDയുടെ നീക്കം. ഒപ്പം ഈ JMMന്റെ പുതിയ അല്ലെങ്കിൽ ഭരണകക്ഷിയുടെ പുതിയ മുഖ്യമന്ത്രിയായി ചെമ്പൈ സോറൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. പൊതുവെ ഒരു മുതിർന്ന നേതാവായതുകൊണ്ടാണ് ചെമ്പൈ സോറനെ ഇതുമായി ബന്ധപ്പെട്ട ഭരണകക്ഷി MLA-മാർ തെരഞ്ഞെടുത്തത്. നേരത്തെ കൽപ്പന സോറൻ മുഖ്യമന്ത്രിയായേക്കും എന്നുള്ള അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു. പക്ഷേ ഈ അഭിപ്രായം ഉയർന്നപ്പോൾ പ്രത്യേകിച്ച് ED ഈ അറസ്റ്റ് അടക്കമുള്ള നീക്കങ്ങൾ ഉണ്ടായേക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പാർട്ടി ഇത്തരമൊരു തയ്യാറെടുപ്പ് ഇന്നലെ നടത്തിയത്. നിയമസഭാ കക്ഷി യോഗത്തിൽ ഏകകണ്ഠമായിട്ട് ചെമ്പൈ സോറനെ മുഖ്യമന്ത്രിയാക്കുവാനുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. അങ്ങനെ MLA-മാർ വ്യക്തമാക്കുന്നത് മറ്റൊരു അഭിപ്രായമില്ലാതെ ഏകകണ്ഠമായി തന്നെ അദ്ദേഹത്തിലേക്ക് എത്തുകയായിരുന്നു എന്നുള്ളതാണ്. എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ തയ്യാറെടുപ്പുകളും ഹേമന്ത് സോറന്റെ നേതൃത്വത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടുണ്ട്. അതേസമയത്ത് ഈ 9 സമൻസുകളാണ് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ED ഹേമന്ത് സോറൻ നൽകിയിരുന്നത്. ഇതിൽ 8ാമത്തെ സമൻസിന് കഴിഞ്ഞ ജനുവരി 20-ന് ഹേമന്ത് സോറൻ EDക്ക് മുന്നിൽ ഹാജരായിരുന്നു. അന്ന് ED ഈ കേസിൽ ചോദ്യം ചെയ്തതാണ്. എന്നാൽ കൂടുതൽ വിവരങ്ങൾ തേടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ 9ാമത് സമൻസ് നൽകിയതെന്നായിരുന്നു EDയുടെ വിശദീകരണം. എന്തായാലും ആ 9ാം സമൻസ് ഇന്ന് 7 മണിക്കൂർ ED ചോദ്യം ചെയ്തതിന് ഒടുവിലാണ് ഹേമന്ത് സോറന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ഏതാണ്ട് 9:30 കൂടിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പൊതുവെ ED ചോദിച്ച ചോദ്യങ്ങളോട് അദ്ദേഹം മറുപടി നൽകിയില്ല എന്നുകൂടി ED വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ ശക്തമായ തെളിവുകൾ ഹേമന്ത് സോറനെതിരെ ഉണ്ടെന്നും ED വാദിക്കുന്നുണ്ട്. എന്തായാലും എല്ലാ നീക്കങ്ങൾക്കും ഒടുവിലാണ് 9:30 കൂടി ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. നാളെ അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കും. ശരി, ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ED. അദ്ദേഹം രാജിവെച്ച് മിനിറ്റുകൾക്ക് ശേഷമായിരുന്നു അറസ്റ്റ്. നിലവിലെ ഗതാഗത മന്ത്രിയായിട്ടുള്ള ചെമ്പൈ സോറനാകും ജാർഖണ്ഡിന്റെ പുതിയ മുഖ്യമന്ത്രി. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ പലസ്തീനികളുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് കുവൈറ്റിൽ ആഘോഷ പരിപാടികൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് തുടരണമെന്ന ആവശ്യം. വിവിധ രാഷ്ട്രീയ പാർട്ടികളാണ് ഇക്കാര്യം സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. ഹല ഫെബ്രുവരി ആഘോഷത്തോട് അനുബന്ധിച്ച് ഫെബ്രുവരി 1 മുതൽ വിവിധ സംഗീത വിനോദ പരിപാടികൾ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഗസയിൽ കൂട്ടക്കുരുതി തുടരുകയാണെന്ന് രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സംഘടനകളും ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി. ആഘോഷങ്ങൾക്ക് വിലക്ക് തുടരണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് നിവേദനവും നൽകിയിട്ടുണ്ട്.
ഉദ്ഘാടനത്തിനൊരുങ്ങിയ അബുദാബിയിലെ ഹിന്ദു ക്ഷേത്രം 55,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ അബുമുറഖയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. ഫെബ്രുവരി 14 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്രം വിശ്വാസികൾക്ക് സമർപ്പിക്കും. അബുദാബി അബുമുറൈഖയിൽ UAE സർക്കാർ സൗജന്യമായി നൽകിയ 27 ഏക്കർ സ്ഥലത്താണ് UAEയിലെ ആദ്യ പരമ്പരാഗത ഹിന്ദു ക്ഷേത്രം നിർമ്മിക്കുന്നത്. 55,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ വരുന്ന ക്ഷേത്രത്തിൽ UAEയുടെ 7 എമിറേറ്റുകളെ പ്രതിനിധീകരിക്കുന്ന 7 ഗോപുരങ്ങളാണ് പ്രധാന ആകർഷണം. ക്ഷേത്ര നിർമ്മാണത്തിനുള്ള കല്ലുകൾ ഉൾപ്പെടെ ഇന്ത്യയിൽ നിന്നും എത്തിച്ചാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. ഫെബ്രുവരി 14 ക്ഷേത്ര സമർപ്പണ ചടങ്ങ് നടക്കുമെന്ന് ക്ഷേത്രം നിർമ്മിക്കുന്ന BAPS സ്വാമിനാരായണൻ സംസ്ഥ ഭാരവാഹികൾ അറിയിച്ചു. The inauguration ceremony will be held on 14th of the month of February, the year 2024, where the spiritual head of BAPS, our Guru, Param Pujya Mahant Swami Maharaj, the Honorable Prime Minister of India, Shri Narendra Bhai Modi, and the Honorable leadership of UAE, they will come together to dedicate this mandir to the society, to the country and to humanity and world at large. ചടങ്ങിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും UAE രാഷ്ട്ര നേതാക്കളും ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും. ആദ്യ ദിവസങ്ങളിൽ ക്ഷണിതാക്കൾക്ക് മാത്രമായിരിക്കും പ്രവേശനം. തുടർന്നുള്ള ദിവസങ്ങളിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്തവർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാം. ലൈബ്രറി, പ്രാർത്ഥനാ ഹാൾ, കമ്മ്യൂണിറ്റി സെന്റർ എന്നിവയും കോമ്പൗണ്ടിൽ ഒരുക്കിയിട്ടുണ്ട്. 24 ദുബായ്. ലുലു ലോക ഭക്ഷ്യമേളയ്ക്ക് സൗദിയിലും തുടക്കമായി. ആഗോള രുചിവൈവിധ്യങ്ങളുടെ കലവറയാണ് മേളയിൽ ഒരുക്കിയിട്ടുള്ളത്. 14 ദിവസം നീണ്ടു നിൽക്കുന്ന മേള ഫെബ്രുവരി 10 സമാപിക്കും. സ്വാദിഷ്ടമായ ആതിഥേയത്വവും ആഹാര രീതികളിലെ ആരോഗ്യ സന്ദേശവുമാണ് ഈ വർഷവും വേൾഡ് ഫുഡ് ഫെസ്റ്റിലൂടെ ലുലു മുന്നോട്ട് വയ്ക്കുന്നത്. പോഷകാഹാര സമൃദ്ധവും രുചിവൈവിധ്യവുമാർന്ന ഭക്ഷ്യവിഭവങ്ങളുടെ കാർണിവൽ കൂടിയാണ് സൗദിയിലെ എല്ലാ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലും ആരംഭിച്ചിട്ടുള്ളത്. മികവുറ്റ ഭക്ഷ്യപദാർത്ഥങ്ങൾ കുറഞ്ഞ നിരക്കിലൂടെ ഉപഭോക്താക്കൾക്ക് സമ്മാനിച്ച പുതിയൊരു ഭക്ഷ്യ സംസ്കാരത്തിൻ്റെ കൂടിയാണ് ലുലു ഈ ഫെസ്റ്റിലൂടെ വഴിയൊരുക്കുന്നത്. ഫെബ്രുവരി 10 വരെ നീണ്ടു നിൽക്കുന്ന മേളയോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി ആകർഷകമായ സമ്മാന പദ്ധതിയും ഏർപ്പെടുത്തിയതായി ലുലു മാനേജ്മെന്റ് അറിയിച്ചു. ആഗോള രുചിയിലൂടെ ആയിരങ്ങളെ ആകർഷിക്കുന്ന വിധം യൂറോപ്യൻ രുചി, പാനേഷ്യൻ രുചി, ഇന്ത്യൻ രുചി, അറേബ്യൻ രുചി, സൗദി അറേബ്യൻ രുചി എന്നിങ്ങനെ 5 മേഖലകളിലായുള്ള ലുലു ഫുഡ് ഫെസ്റ്റിൽ സൗദി അറേബ്യയുടെ പരമ്പരാഗതവും ഒപ്പം പുതുമയാർന്നതുമായ ഭക്ഷ്യവിഭവങ്ങളെയും പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ 5 സോണുകളിൽ നിന്നും ഭക്ഷ്യവിഭവങ്ങൾ വാങ്ങുന്നവർ അതാത് സോണുകളിലെ QR കോഡ് സ്കാൻ ചെയ്താൽ സ്പെഷ്യൽ ഗിഫ്റ്റുകളും ലഭിക്കും. ആരോഗ്യകരമായ ജീവിതശൈലി പരിചയപ്പെടുത്തുന്നതിന് ആരോഗ്യകരമായ ഭക്ഷണം അനിവാര്യമാണെന്ന തിരിച്ചറിവ് പുതിയ തലമുറക്ക് പകരുകയെന്ന ലക്ഷ്യം കൂടി ഫുഡ് ഫെസ്റ്റിവൽ കൊണ്ട് ലക്ഷ്യമിടുന്നതായും വിസ്മയകരമായ രുചിലോകത്തിന്റെ വാതിലുകളാണ് സൗദിയിലെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഉപഭോക്താക്കൾക്കായി തുറന്നിട്ടുള്ളതെന്നും ലുലു സൗദി ഡയറക്ടർ ഷഹി മുഹമ്മദും പറഞ്ഞു. ഉത്സവത്തിന്റെ ഭാഗമായ അടുക്കളോപകരണങ്ങൾ, ഡിഷ് വാഷറുകൾ, ഫുഡ് പ്രോസസ്സുകൾ എന്നിവയിലും പ്രത്യേക ഓഫറുകൾ ഒരുക്കിയതായി ലുലു കിഴക്കൻ പ്രവിശ്യ കൊമേഴ്ഷ്യൽ മാനേജർ ഹാഷിം കുഞ്ഞാമത് പറഞ്ഞു. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള വിവിധ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഈ ഫുഡ് ഫെസ്റ്റിവലിൻ്റെ പീരീഡിൽ ഞങ്ങളുടെ മാന്യ ഉപഭോക്താക്കളായി കണ്ടും രുചിച്ചും വളരെ മാർക്കറ്റിലെ തന്നെ മികച്ച വിലയിൽ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഈ ഫുഡ് ഫെസ്റ്റിവലിൻ്റെ മെയിൻ സന്ദേശം. സുബൈറുദ്ദീൻ 24 ദമാം. 140 ഭാഷകളിൽ പാട്ടുകൾ പാടുന്ന ഒരാളെ പരിചയപ്പെടാമിനി. സുജേത സതീഷ് എന്ന കൊച്ചുമിടുക്കി UAEയിലെ സംഗീത ലോകത്ത് ശ്രദ്ധേയ സാന്നിധ്യമാണ്. UAEയിൽ വെച്ച് വ്യത്യസ്ത രാജ്യക്കാരായ ആളുകളെ കണ്ടുമുട്ടുമ്പോൾ ഈ കണ്ണൂരുകാരിക്ക് ചോദിക്കാനുള്ളത് അവരുടെ നാട്ടിലെ പാട്ടുകളെ കുറിച്ചാണ്. ആ പാട്ടുകൾ മനസ്സിലാക്കുകയും പഠിക്കുകയുമാണ് സുജേത സതീഷിന്റെ ഹോബി. ഇങ്ങനെ ലോകത്തിലെ 140-ലധികം ഭാഷകളിലെ ഗാനങ്ങൾ ഹൃദ്യസ്ഥമാണ് ഇന്ന് ഈ മിടുക്കിക്ക്. ഭൂട്ടാനീസ് ഭാഷയിൽ 3 സംഗീത കച്ചേരികൾ നടത്തിയിട്ടുണ്ട് സുജേത. ഓരോ ഭാഷയും കൃത്യമായി പഠിച്ച് ഉച്ചാരണത്തിൽ പോലും സൂക്ഷ്മത പാലിച്ചാണ് സുജേത പാട്ടുകൾ അവതരിപ്പിക്കുന്നത്. അതെ, സുജേതയുടെ സംഗീതത്തിന് മുന്നിൽ ഭാഷയുടെയും ദേശത്തിന്റെയും അതിർവരമ്പുകൾ ഇല്ലാതാകുന്ന കാഴ്ചയാണ്
കാണാനാകുന്നത്. ദുബായിലെ ടാക്സിയിലൊക്കെ പോകുന്ന സമയത്ത് ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ലൈക്ക് ഡ്രൈവർമാർ സാധാരണഗതിയിൽ പല പല ലാംഗ്വേജസ് സംസാരിക്കുന്നവരായിരിക്കും. അപ്പം അവരുടെ അടുത്ത് നിന്നാണ് ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ഒക്കെ നമുക്ക് കുറേ ചിലപ്പം കിട്ടാറുള്ളത്. പിന്നെ അതുപോലെ അച്ഛൻ ഇവിടെ ഡോക്ടർ ആയതുകൊണ്ട് അച്ഛന് ഒരുപാട് നാഷണാലിറ്റീസിലുള്ള പേഷ്യൻസ് ഉണ്ട്. അപ്പം ത്രൂ ദം ഓൾസോ അപ്പം ഒരു ലാംഗ്വേജ് പഠിച്ചു കഴിയുമ്പോൾ അവർക്കത് അയച്ചു കൊടുക്കുമ്പോൾ അവർ അതിന് ഫീഡ്ബാക്ക് തരും. 140 ഭാഷകളിൽ ഗാനങ്ങൾ ആലപിച്ച ഗിന്നസ് റെക്കോർഡും ഇപ്പോൾ സുജേത സ്വന്തമാക്കിയിരിക്കുകയാണ്. 121 ഭാഷകളിൽ കച്ചേരി അവതരിപ്പിച്ച പൂനെ വോക്കലിസ്റ്റ് മഞ്ജുശ്രീ ഓക്കിന്റെ റെക്കോർഡ് ഭേദിച്ചാണ് സുജേതയുടെ പുതിയ ഗിന്നസ് നേട്ടം. ഇതാദ്യമായല്ല സുജേതയെ തേടി ഗിന്നസ് എത്തുന്നത്. നേരത്തെ 2021 120 ഭാഷകളിൽ ഗാനങ്ങൾ ആലപിച്ചതിന് സുജേതയ്ക്ക് ഗിന്നസ് റെക്കോർഡ് ലഭിച്ചിരുന്നു. ജാനുവരി 3 എൻ്റെ ഗിന്നസ് റെക്കോർഡിൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്തത്. ഇത് November 24 നടന്ന കോൺസേർട്ട് ഫോർ ക്ലൈമറ്റിൻ്റെ അന്ന് ഗിന്നസ് അറ്റംപ്റ്റ് ആയിരുന്നു. അന്ന് ഞാൻ 140 ഭാഷകളിലായിരുന്നു പാടി 9 മണിക്കൂറോളം. ആൻഡ് ഈ ഒരു കോൺസേർട്ട് ഫോർ ക്ലൈമറ്റ് അത് COP28 മുന്നോടിയായി ചെയ്തതാണ്. 2014 ദുബായ് സർക്കാരിന്റെ അക്കാഡമിക് എക്സലൻസിലുള്ള ഷെയ്ഖ് ഹംദാൻ അവാർഡ് ഉൾപ്പെടെ നിരവധി നേട്ടങ്ങൾ വേറെയും സുജേതയെ തേടിയെത്തിയിട്ടുണ്ട്. മലയാളത്തിൽ ഇറങ്ങിയ ആയിഷ എന്ന സിനിമയിൽ പാട്ടുപാടി പിന്നണി ഗാനരംഗത്തും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് സുജേത. ഇനിയും സംഗീതത്തിൽ കൂടുതൽ സജീവമാകണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന് പറഞ്ഞു വെക്കുന്നു സുജേത. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24. കുവൈറ്റിലെ ഇന്ത്യൻ എംബസി ഇന്ത്യൻ ഡോക്ടേഴ്സ് ഫോറത്തിന്റെ സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. അദാൻ ഹോസ്പിറ്റലിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. കുവൈറ്റ് ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അലാവാദി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ആദർ സോയ്ക്ക, അദാൻ ആശുപത്രി ഡയറക്ടർ ഡോക്ടർ റീം അൽ റദ്വാൻ, കുവൈറ്റ് സെൻട്രൽ ബ്ലഡ് ബാങ്ക് ഡയറക്ടർ ഡോക്ടർ ഹനാൻ അലാവദി, കുവൈറ്റ് സെൻട്രൽ ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഡയറക്ടർ, ഇന്ത്യൻ കമ്മ്യൂണിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. അൽ മുക്താദിർ ജ്വല്ലറി ഗ്രൂപ്പിന്റെ UAEയിലെ ആദ്യ ഷോറൂം ദുബായിൽ തുറന്നു. ഇന്ത്യയിൽ 29 ഷോറൂമുകളുള്ള ഗ്രൂപ്പിന്റെ പുതിയ ഷോറൂം ദുബായിലെ ഗിസൈസിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. ചെയർമാൻ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാം, മുസ്ലിം വ്യക്തി നിയമ ബോർഡ് അംഗം അബ്ദുൽ ഷുക്കൂർ മൗലവി എന്നിവർ ചേർന്നാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. UAE മുൻ മന്ത്രി ഡോക്ടർ മുഹമ്മദ് സായിദ് അൽ കിന്ദി, ദുബായ് ടൂറിസം ഡയറക്ടർ ഇബ്രാഹിം യാക്കൂത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. UAEയിൽ കൂടുതൽ ഷോറൂമുകൾ തുറക്കുമെന്ന് മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാം അറിയിച്ചു. ദുബായിൽ നിന്ന് ഞങ്ങൾക്ക് ഓൾ കേരള എല്ലാ ജില്ലയിലുള്ള മലയാളീസ് ഞങ്ങൾക്ക് തരുന്ന ഒരു സ്വീകാര്യത, ഇവിടെ നിന്ന് വരുന്ന ഡെയിലി വരുന്ന കോളുകൾ, ഇതിനെ കണക്കിലെടുത്തുകൊണ്ടാണ് ഞങ്ങളുടെ ഒരു സ്ഥാപനം തുടങ്ങാൻ കാരണമായത്. അപ്പോൾ ഞങ്ങളുടെ എല്ലാത്തിനും നല്ല വൻ കളക്ഷൻസ് ഉണ്ട്. ഞങ്ങളത് ഇവിടെ UAEയിൽ ഞങ്ങളൊരു വലിയൊരു എക്സ്പാൻഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. വരുന്ന 2 വർഷത്തിനകത്തൊരു 60-ഓളം ബ്രാഞ്ചുകളാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ നിരക്ക് കുറയും. കേന്ദ്ര ഹജ്ജ് കാര്യവകുപ്പ് മന്ത്രി ഇളവ് ഉറപ്പു നൽകിയതായി മുസ്ലിം ലീഗ് എംപിമാരും ഇക്കാര്യം കേന്ദ്ര വ്യോമയാന വകുപ്പ് ഔദ്യോഗികമായി അറിയിച്ചെന്ന് മന്ത്രി വി അബ്ദുറഹ്മാനും വ്യക്തമാക്കി. അമിത വിമാന നിരക്കിനെതിരെ പ്രതിഷേധം രൂക്ഷമായ സാഹചര്യത്തിലാണ് കേന്ദ്ര ഇടപെടൽ. യാത്രാ നിരക്കിൽ ഇളവ് നൽകുന്ന കാര്യം ഗൗരവമായി പരിഗണിക്കാമെന്ന ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാന് കേന്ദ്ര വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയാണ് ഉറപ്പു നൽകിയത്. ഫോണിലൂടെയായിരുന്നു ആശയവിനിമയം. നിരക്ക് കുറക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് എംപിമാരായ ET മുഹമ്മദ് ബഷീർ, അബ്ദുൾ സമദ് സമദാനി, PV അബ്ദുൽ വഹാബ് എന്നിവർ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി സ്മൃതി ഇറാനിയെ നേരിൽ കണ്ട് നിവേദനം നൽകി. ടിക്കറ്റ് നിരക്കിൽ 40,000 രൂപയുടെ കുറവ് വരുമെന്ന് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചതായി ലീഗ് എംപിമാർ വ്യക്തമാക്കി. ഇന്ന് മുസ്ലിം ലീഗിൻ്റെ എംപിമാർ ഞാനും പിന്നെ അബ്ദുൾ സമദ് സമദാനിയും വഹാബ് സാഹിബും കൂടിയും മിനിസ്റ്റർ കണ്ടിരുന്നു. സ്മൃതി ഇറാനി അവർ സംസാരിച്ചിരുന്നു. സ്റ്റേറ്റ് ഗവൺമെൻറ് അവരായിട്ട് വിളിച്ച് സംസാരിക്കേണ്ട സംഗതി കൂടിയാണ് എയർ ഇന്ത്യൻ്റെ ആൾക്കാർ. അപ്പോൾ അത് നോക്കാം, പരിമിതി ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പറഞ്ഞു മിനിസ്റ്റർ പരമാവധി ട്രൈ ഈ കാര്യം ചെയ്യണം, ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞു. തിരിച്ചു വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും വിളിച്ചു. $500 വരെ പെർ ഹെഡ് അത് കുറക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ള വിവരം പറഞ്ഞു. അതിൽ 40,000 രൂപയോളം വ്യത്യാസം ഉണ്ടാവും. 40,000 രൂപ കുറച്ചാലും കണ്ണൂർ, നെടുമ്പാശ്ശേരി ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റുകൾ അപേക്ഷിച്ച് കരിപ്പൂരിൽ നിന്നുള്ള വിമാന നിരക്ക് അമിതമായി തന്നെ തുടരും. കരിപ്പൂരിൽ 1,65,000 രൂപയും മറ്റിടങ്ങളിൽ 86,000 രൂപയുമാണ് നിരക്ക്. നിരക്ക് വർധനയ്ക്കെതിരെ പ്രതിഷേധവും ശക്തമാണ്. യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി കരിപ്പൂരിൽ സമരസംഗമം നടത്തി. നാളെ കേരള മുസ്ലിം ജമാഅത്ത് ബഹുജന മാർച്ചും മറ്റന്നാൾ വൈകിട്ട് കോൺഗ്രസ് വിമാനത്താവളത്തിലേക്ക് നൈറ്റ് മാർച്ചും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 മലപ്പുറം. തിരികെ വാർത്തയിലേക്ക്. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിനെതിരെ വൻ അഴിമതി ആരോപണം ഉന്നയിച്ച് PV അൻവർ. സിൽവർ ലൈൻ പദ്ധതി അട്ടിമറിക്കാനായി പ്രതിപക്ഷ നേതാവ് 150 കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്നാണ് ആരോപണം.
കർണാടകയിലെയും ഹൈദരാബാദിലെയും IT ലോബിയിൽ നിന്ന് ലഭിച്ച പണം ശീതീകരിച്ച മീൻ വണ്ടിയിൽ കേരളത്തിൽ എത്തിച്ചുവെന്നും അൻവർ ആരോപിച്ചു. ആരോപണത്തെ പരിഹാസത്തോടെ പ്രതിപക്ഷ നേതാവ് തള്ളി. നിയമസഭയിൽ നന്ദിപ്രമേയ ചർച്ചയ്ക്കിടെയായിരുന്നു PV അൻവറിന്റെ അഴിമതി ആരോപണം. സിൽവർ ലൈൻ പദ്ധതി വന്നാൽ കേരളത്തിലെ 14 ജില്ലകളും IT ഹബ്ബായി മാറും. ഇത് തടയാൻ കർണാടക ഹൈദരാബാദ് IT ലോബി ഇടപെട്ടുവെന്നാണ് അൻവറിന്റെ ആരോപണം. ഇതിനായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി ചർച്ച നടത്തിയവർ VD സതീശന് പണം നൽകി. ഇതോടെയാണ് പദ്ധതി നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചതെന്നും അൻവർ ആരോപിച്ചു. പിന്നാലെ പണം കേരളത്തിൽ എങ്ങനെ എത്തിയെന്ന് സഭയിൽ അൻവർ. AICC ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലുമായി ഈ കമ്പനികൾ പ്രാഥമികമായ ഗൂഢാലോചന നടത്തുകയും ഈ ദൗത്യത്തിന്റെ ഉത്തരവാദിത്തം കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനെ ഏൽപ്പിക്കുകയും ചെയ്തു. 2021 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ 150 കോടി രൂപയാണ് ഇലക്ഷൻ ഫണ്ട് എന്ന നിലക്ക് കൈക്കൂലിയായി ശ്രീ VD സതീശന്റെ കയ്യിലെത്തിയിട്ടുള്ളത്. മുഖ്യമന്ത്രിയെ കൂടി പരിഹസിച്ചായിരുന്നു VD സതീശന്റെ മറുപടി. സാർ, ഞാൻ ചിരിക്കണോ അല്ലെ നിങ്ങളെ ഓർത്ത് കരയണോ? നിങ്ങളുടെ ഗതികേട് ഓർത്തിട്ട് കരയണോ? ഞാൻ ഈ പറഞ്ഞ ആളെ കുറിച്ച് ഒന്നും പറയുന്നില്ല. കാരണം ഞാൻ ഇതിൽ കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. പ്രതിപക്ഷ നേതാവിന് 150 കോടി രൂപ കൊടുത്തു. അത് ഫ്രീസ് ചെയ്ത ഒരു മത്സ്യ ലോറി ചാവക്കാട് എത്തിച്ചു. അവിടെ നിന്ന് ആംബുലൻസിൽ കൊണ്ടുപോയി. പിന്നെ വീണ്ടും തിരിച്ച് ബാംഗ്ലൂരിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നവർ അത് ഏത് വഴിക്കാ പോയെന്ന് പറഞ്ഞില്ല. 2 മണിക്കൂറിലധികം സഭയിൽ പ്രസംഗിച്ചിട്ടും അൻവറിന്റെ അഴിമതി ആരോപണം മുഖ്യമന്ത്രി ഏറ്റെടുത്തില്ല. സതീശനെതിരെ അൻവർ നടത്തിയ അപകീർത്തികരമായ ചില വാക്കുകൾ ഇതിനിടെ സഭാരേഖയിൽ നിന്നും സ്പീക്കർ നീക്കി. 24 തിരുവനന്തപുരം. രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാന ബജറ്റ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് സൂചന. സ്ത്രീപക്ഷ ബജറ്റായിരിക്കും ഇത്തവണത്തേതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിനായുള്ള സൂത്രവാക്യമാകും നാളെ നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന 6ാം ബഡ്ജറ്റ്. കാർഷിക മേഖലയ്ക്ക് പ്രത്യേക ഊന്നൽ ഇടക്കാല ബഡ്ജറ്റ് നൽകും. PM കിസാൻ നിധി 9,000 രൂപ വരെ ഉയർത്തുമെന്നാണ് വിവരം. വനിതാ ശാക്തീകരണത്തിനുള്ള നിർദ്ദേശങ്ങളും ബഡ്ജറ്റിൽ ഇടം പിടിക്കും. തൊഴിൽ സംരംഭകരായ വനിതകൾക്ക് വായ്പ കൂടുതൽ വേഗത്തിൽ ലഭ്യമാക്കാനുള്ള നടപടികളടക്കം പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. തൊഴിൽ മേഖല കാത്തിരിക്കുന്ന ചില പ്രഖ്യാപനങ്ങളും നാളെ ഉണ്ടായേക്കാം. അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ കൂടുതൽ തുക സർക്കാർ വകയിരുത്തും. ഗ്രാമീണ റോഡുകളുടെ വികസനത്തിനായുള്ള പുതിയ പദ്ധതികൾക്കും ബഡ്ജറ്റിൽ ഇടമുണ്ടാകും. വയോധികരുടെ ക്ഷേമം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആരോഗ്യ പദ്ധതികൾ, ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഇവയ്ക്കും ധനമന്ത്രി തയ്യാറാകുമെന്നാണ് വിവരം. റെയിൽ മേഖലയിൽ കൂടുതൽ മുതൽ മുടക്ക് സർക്കാർ പ്രഖ്യാപിക്കും. വാണിജ്യ വ്യാപാര മേഖലയിലെ പുതിയ നികുതി ഇളവുകൾ സംബന്ധിച്ച ആലോചനയും സർക്കാർ ബഡ്ജറ്റിൽ നടത്തിയേക്കാം. 11 മണിക്കാണ് നാളെ ധനമന്ത്രി ബഡ്ജറ്റ് പാർലമെന്റിൽ അവതരിപ്പിക്കുക. നാളെ 6ാം ബഡ്ജറ്റ് അവതരിപ്പിച്ച് കഴിയുമ്പോൾ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഒരു പുതിയ റെക്കോർഡിന് കൂടി അർഹയാകും. മൊറാർജി ദേശായിക്കൊപ്പം 6 ബഡ്ജറ്റുകൾ തുടർച്ചയായി അവതരിപ്പിച്ച ധനമന്ത്രി എന്നതാകും നിർമ്മല സീതാരാമന് ലഭിക്കുന്ന ഖ്യാതി. അവതരിപ്പിക്കുന്നത് ഇടക്കാല ബഡ്ജറ്റ് ആയതുകൊണ്ട് തന്നെ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സമ്പൂർണ്ണ ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ടി വരും. ഡൽഹിയിൽ നിന്നും R. രാധാകൃഷ്ണൻ, 24. വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിന്റെ വേഗം വർദ്ധിച്ചതും രാമക്ഷേത്ര നിർമ്മാണവും മുത്തലാഖ് നിരോധിച്ചതും കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങളായി ചൂണ്ടിക്കാണിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ നയപ്രഖ്യാപനം. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ത്രിവർണ്ണ പതാക ഉയർന്നതും G20 വിജയകരമായി നടത്തിയതും രാജ്യത്തിന്റെ യശസ് ഉയർത്തി. വനിതാ സംവരണ ബിൽ പാസാക്കിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയപ്രഖ്യാപന പ്രസംഗത്തിൽ രാഷ്ട്രപതി അഭിനന്ദിച്ചു. राम मंदिर के निर्माण की आकांक्षा सदियों से थी, आज ये सोच हो चुका है. അയോധ്യയിൽ രാമക്ഷേത്രം യാഥാർത്ഥ്യമായത് നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ശേഷമാണെന്ന പ്രസ്താവന ജയ് ശ്രീരാം വിളികളോടെ ഭരണപക്ഷം സ്വീകരിച്ചു. അമൃത് കാലത്തിന്റെ തുടക്കത്തിൽ നിർമ്മിച്ച പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ തന്റെ ആദ്യ പ്രസംഗമാണെന്ന് രാഷ്ട്രപതി ആമുഖമായി പറഞ്ഞു. രാജ്യത്തിന് ഐതിഹാസിക നേട്ടങ്ങൾ നൽകിയ വർഷങ്ങളാണ് കഴിഞ്ഞുപോയതെന്ന് രാഷ്ട്രപതി അനുസ്മരിച്ചു. പ്രതിസന്ധികൾക്കിടയിലും സമ്പദ്ഘടന വളർന്നു. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ത്രിവർണ്ണ പതാക ഉയർത്തി. G20 വിജയകരമായി സംഘടിപ്പിച്ചു. കായിക രംഗത്തും നേട്ടങ്ങളുണ്ടായി. വനിതാ സംവരണ ബിൽ പാസാക്കിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിക്കുന്നതായി രാഷ്ട്രപതി പറഞ്ഞു. 3 दशक बाद नारी शक्ति बंधन अधिनियम पारित करने के लिए मैं आपकी सराहना करती हूँ. इससे लोकसभा और विधानसभा के महिलाओं की ज्यादा भागीदारी सुनिश्चित हुई है.
പുതിയ കീഴ്വഴക്കങ്ങൾ രാഷ്ട്രപതിയുടെ അഭിസംബോധനയെ ശ്രദ്ധേയമാക്കി. കുതിരവാഹനത്തിലാണ് രാഷ്ട്രപതി പാർലമെന്റിലെത്തിയത്. പാർലമെന്റിൽ രാഷ്ട്രപതിക്ക് ചെങ്കോൽ അകമ്പടിയായി. ബഡ്ജറ്റ് സമ്മേളന കാലയളവിൽ പുതിയ പാർലമെന്റിൽ ഇനിയുമേറെ പുതിയ കീഴ്വഴക്കങ്ങളുണ്ടോ? വരും ദിവസങ്ങളാകും അതിനുള്ള ഉത്തരം പറയുക. ഫെബ്രുവരി 9 വരെയാണ് പാർലമെന്റിന്റെ ബഡ്ജറ്റ് സമ്മേളനം നീളുന്നത്. ക്യാമറമാൻ മോഹൻകുമാറിനൊപ്പം ഡൽഹിയിൽ നിന്നും ആർ രാധാകൃഷ്ണൻ, 24. ഫോക്കസ് പൂർണ്ണമാകുന്നു. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.